എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ യുവർ നെക്സ്റ്റ് ലീഡർ ബിഫോർ ഇറ്റ് ഈസ് ടു ലേറ്റ്. വളരെ വ്യക്തമായിട്ടുള്ള ഒരു തലക്കെട്ടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഒരു പ്രസ്ഥാനം നമുക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഒരു ആളും ശരിക്കും പറഞ്ഞാൽ ഒഴിച്ചുകൂടാനാവാത്ത രീതിയിലാവണം, എന്നുവെച്ചാൽ ഒരു സിസ്റ്റം ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പം ഒരു നേതാവ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു പൊസിഷൻ ഏറ്റെടുക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ച് തുടങ്ങേണ്ട ഒരു കാര്യം ഇതാണ്: നാളെ ഒരു കാലത്ത് ഞാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകാനായിട്ട് ആരെയാണ് ഈ ഒരു കാര്യം ഞാൻ ഏൽപ്പിക്കേണ്ടത്? അത് നമ്മൾ പ്രഖ്യാപിക്കണം നിർബന്ധമില്ല, നമ്മൾ മനസ്സിലൊന്ന് കുറിച്ചിട്ടാലും മതി. അപ്പം അത് പക്ഷേ നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരാളെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ അയാളെ ഇത് മൊത്തമായിട്ട് ഏൽപ്പിക്കാം എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. കാരണം നമ്മൾ ചെയ്ത രീതിയിൽ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കഴിവുണ്ടോ എന്നും കൂടെ നമ്മൾ അറിയണം. നമുക്ക് ആ ആളെ ഇഷ്ടമാണ് എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, അയാൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാളും മെച്ചപ്പെട്ട രീതിയിൽ ആ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടോ എന്നും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പം ഇത് ഏറ്റവും അവസാന നിമിഷങ്ങളിൽ ചിന്തിച്ചെടുക്കേണ്ട ഒരു കാര്യമല്ല എന്ന് അർത്ഥശാസ്ത്രത്തിൽ വളരെ വ്യക്തമായിട്ട് ചാണക്യൻ പറയുന്നുണ്ട്. നമ്മൾ ആ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ തന്നെ ചിന്തിച്ച് തുടങ്ങേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി പല ആളുകളും ഇതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല. കാര്യം എന്ന് വെച്ചാൽ അവർ ചിന്തിക്കുന്ന ഈ രീതിയിലാണ്: ഞാനുള്ളപ്പോൾ മാത്രം ഈ പ്രസ്ഥാനം ഇരുന്നാൽ മതി, ഞാനില്ലാത്തൊരവസ്ഥയിൽ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ശരിക്കുള്ള നേതാവ് ആ രീതിയിൽ ഒരിക്കലും ചിന്തിക്കില്ല. കാരണം എൻ്റെ ആ പൊസിഷൻ അല്ല ശരിക്കും എനിക്കവിടെ പ്രിയപ്പെട്ടത്. ആ പ്രസ്ഥാനം വളർത്തിയെടുക്കാനായിട്ട് ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടോ ഒരു കാരണവശാലും ആ പ്രസ്ഥാനം ഇല്ലാതാകരുത് ഞാൻ ഒരൊറ്റ വ്യക്തി കാരണം. അതുകൊണ്ട് എന്നെക്കാളും കഴിവുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തി അയാളെ ഇത് പതുക്കെ കാര്യങ്ങൾ ഏൽപ്പിക്കുക എന്നുള്ളത് ഒരു നേതാവ് എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം തൊട്ടേ ഞാൻ ചിന്തിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പണ്ടത്തെ കാലത്ത് രാജാക്കന്മാർക്കും ശരിക്കും പറഞ്ഞാൽ അവരുടെ അനന്തരാവകാശിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശമുണ്ടായിരുന്നു. അത് അവർ അവസാന നിമിഷത്തിൽ പ്രഖ്യാപിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനെക്കുറിച്ച് അവർ നേരത്തെ തന്നെ ചിന്തിച്ച് തുടങ്ങുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പം ഇത് വലിയൊരു പ്രസ്ഥാനത്തിൽ ഒരു രാജ്യത്ത് മാത്രമല്ല, നമ്മുടെ ഒരു കുടുംബത്തിലാണെങ്കിലും നമ്മുടെ കാലശേഷം ആ ഒരു കുടുംബം എങ്ങനെ നിലനിന്ന് പോകണം എന്നുള്ളതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ആരാണോ അത് പറ്റിയ ആള് അവരെ തീർച്ചയായിട്ടും ആ ഒരു കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും പതുക്കെ അവരെ ഏൽപ്പിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം എല്ലാവർക്കും ഈ രീതിയിൽ നമ്മൾ ഇല്ല എങ്കിൽ പോലും ആ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകാനുള്ള വഴി എന്തൊക്കെയാണെന്നുള്ളത് ചിന്തിച്ച് അത് അർഹതപ്പെട്ട വ്യക്തികളെ ഏൽപ്പിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കി നമുക്ക് തീർച്ചയായിട്ടും പ്രവർത്തിക്കാം. അപ്പം ഇതോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടെ നേരുന്നു.